മറ്റൊരു വിഷയമാണ് അരുണാചൽ പ്രദേശിലെ ദമ്പതികളുടെയും സുഹൃത്തിന്റെയും ആത്മഹത്യക്ക് പിന്നിലെ ദുരൂഹത തേടി വിശദ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ്. കൂട്ടമരണങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ പ്രേരണ ഉണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. ഡോൺ ബോസ്കോ എന്ന പേരിൽ ആര്യയ്ക്ക് ലഭിച്ച മെയിൽ ഐഡിക്ക് പിന്നിൽ നവീൻ തന്നെയാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേർന്നു. വിനോദ്, ഈ മലയാളി ദമ്പതികളുടെയും സുഹൃത്തായ അധ്യാപികയുടെയും ആത്മഹത്യക്ക് പിന്നാലെയുള്ള പോലീസിന്റെ അന്വേഷണത്തിലെ പുരോഗതി നിലവിൽ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഒരു അന്യഗ്രഹ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനൊടുക്കിയെന്ന് പറയുന്നുണ്ട്. മിഥി എന്ന ഒരു സാങ്കല്പിക കഥാപാത്രവുമായി ആര്യ ചാറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇതിനപ്പുറം നിലവിൽ ഈ പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്തൊക്കെയാണ്? ടോം, ആൻഡ്രോമെഡ എന്ന ഗാലക്സിയിലെ മിഥി എന്ന അന്യഗ്രഹജീവിയുമായി നടത്തുന്ന സംവാദം, ഇതിൻ്റെ 466 പേജുകളുള്ള PDF ആണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ഇതിന് പുറമെയാണ് ഡോൺ ബോസ്കോ എന്ന ഒരാൾ ഈ ആര്യയുമായി സംസാരിച്ചിരുന്നു. അത് ഒരുപക്ഷെ നവീൻ തന്നെയായിരിക്കും ഒരു വ്യാജ ID ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ ആര്യയെ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സന്ദേശങ്ങൾ അയച്ചത് എന്നൊരു നിഗമനം കൂടിയുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ട് ഇവർ പരതിയിരുന്നോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സന്ദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഇവർക്ക് വന്നിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിലെ അന്വേഷണ സംഘമുണ്ട്. ഇതിന് പുറമെയാണ് കന്റോൺമെൻറ്റ് AC-യുടെ നേതൃത്വത്തിൽ 5-അംഗ അന്വേഷണ സംഘത്തിന് കൂടി രൂപം നൽകിയത്. സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് രേഖകൾ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ്. അതായത് ദിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, മനുഷ്യരാശിയുടെ ഇനിയുള്ള പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സംവാദത്തിൽ പറയുന്നുണ്ട്. ദിനോസറുകളെ നേരത്തെ തന്നെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റിയതാണ്. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന മനുഷ്യരെയും ജീവജാലങ്ങളും ഉൾപ്പെടെയുള്ള 90% ജീവിവർഗത്തെയും 2 ഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോകും. സ്പേസ് ഷിപ്പുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കും. ഉൾക്കകളിലെ ആൻറ്റി കാർബണായിരിക്കും ഇതിനുള്ള ഇന്ധനമായി ഉപയോഗിക്കുക തുടങ്ങി വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ PDF ഫയൽ എവിടെ തയ്യാറാക്കി, ഡോൺ ബോസ്കോ എന്ന പേരിൽ ആരാണ് സന്ദേശം അയച്ചത്, ഈ 3 പേരും അരുണാചൽ പ്രദേശിൽ പോവുക അല്ലെങ്കിൽ സിറോ താഴ്വരയിൽ എത്തിയതിൻ്റെ അടിസ്ഥാനം എന്താണ്? അവിടെ അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്ന സംഘങ്ങൾ അവിടെ ഉണ്ട്. അതിൽ ആരെങ്കിലുമായി നേരത്തെ തന്നെ നവീനോ ദേവിക്കോ പരിചയമുണ്ടോ? കാരണം ഇവർ നേരത്തെയും അവിടെ പോയിട്ടുണ്ട്. ആരെയാണ് ആദ്യമായി അവിടേക്ക് പോകുന്നത്? ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ അവിടെ പരിചയമുണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ അവിടെ ഈ ജീവനൊടുക്കി ആത്മാവിനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് വിടുക, അവിടെ പുതിയൊരു ജീവിതം എന്ന സങ്കല്പത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അന്വേഷിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ഈ മുറിയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്ത മുറിയിൽ ഒരു പാത്രത്തിൽ തലമുടിയും അതോടൊപ്പം തന്നെ കറുത്ത വളപ്പൊട്ടുകളും, അത് ഈ മന്ത്രവാദത്തിൻ്റെ ഭാഗമായി ബ്ലാക്ക് മാജിക് എന്ന നിലയ്ക്ക് തന്നെ അവിടെ എന്തെങ്കിലും ചെയ്യാൻ അവർ ശ്രമിച്ചിരുന്നോ? ഈ മുറിവുകൾ ഉണ്ടാക്കിയത് അത് 2 മരണങ്ങൾ കൊലപാതകമെന്ന നിഗമനം കൂടിയുണ്ട്. നവീൻ ഭാര്യയെയും ഭാര്യയുടെ സുഹൃത്തിനെയും കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന ഒരു നിഗമനമാണ്. ദേവിയുടെ മൃതദേഹമാണ് കിടക്കയിലുണ്ടായിരുന്നത്, ആര്യയുടേത് നിലത്തായിരുന്നു. നവീൻ്റെ മൃതദേഹമാകട്ടെ കുളിമുറിക്കുള്ളിലായിരുന്നു. ഈ 3 സ്ഥലത്തായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത്. ഇവരുടെ CCTV ദൃശ്യങ്ങൾ, പുറത്ത് സഞ്ചരിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ മറ്റാരുമില്ല. എന്നാൽ അതിനു പുറത്തേക്ക് ഇവർ സഞ്ചരിച്ച വഴികളും എത്തിയ സ്ഥലങ്ങളുമൊക്കെയും പരിശോധിക്കണം. അവിടെയും പോലീസിനെ കുഴയ്ക്കുന്നൊരു കാര്യം ഇവരുടെ മൊബൈൽ ഫോണുകൾ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു എന്നതാണ്. അസമിലേക്കാണ് ആദ്യം എത്തുന്നത്. ഗുവാഹത്തിയിൽ നിന്ന് അവർ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു. ഈ യാത്രയിലുടനീളം ഇവർ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയൊക്കെ പോയി എന്നത് ട്രാക്ക് ചെയ്യുന്നതിനും അന്വേഷണ സംഘത്തിന് പരിമിതിയുണ്ട്. മറ്റൊന്ന്, ഈ ഡാർക്ക് നെറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അധോലോക സംഘങ്ങളാണ് മയക്കുമരുന്ന് വ്യാപാരം ഉൾപ്പെടെ ലോകത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഏറ്റവും ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ വിഹരിക്കുന്ന ഒരു മേഖലയാണ്. അവിടെ പരിശോധന നടത്തുക അല്ലെങ്കിൽ ആ നിലയ്ക്ക് സാങ്കേതികമായ പരിശോധന നടത്തുന്നതിന് പരിമിതികളുണ്ട്. ഏതായിരുന്നാലും കൂടുതൽ ആളുകൾ ഇവരെ സ്വാധീനിച്ചിരുന്നോ? ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നോ? ഇവരെ ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകൾ, അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്. അങ്ങനെ ടാസ്കുകൾ കൊടുക്കുക, ഏറ്റവും ഒടുവിൽ ജീവൻ തന്നെ ഇല്ലാതാകുന്ന തരത്തിലുള്ള ഏറ്റവും വലിയ ടാസ്കുകൾ കൊടുത്തുകൊണ്ട് ആളുകളുടെ ജീവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഗെയിമുകളുണ്ട്. ആ നിലയ്ക്കുള്ള സംഘങ്ങളോ മറ്റോ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നോ? ഏതായിരുന്നാലും മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെ പറയുന്ന കാര്യം
ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഏതായിരുന്നാലും മറ്റൊരു ലോകത്തേക്ക് പോകാൻ കഴിയില്ല. ഇവർ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, സാമ്പത്തികം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് പക്ഷേ ആ നിലയ്ക്കല്ല. തങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമില്ല. അക്കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ടോ? കാരണം ഒരു സാമ്പത്തിക ഇടപാട്, ഇവർ തമ്മിൽ വലിയ സൗഹൃദമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊരു പുകമറ മാത്രമായിരിക്കുമോ? ഈ ബ്ലാക്ക് മാജിക്കും ഡാർക്ക് നെറ്റും ഈ അന്യഗ്രഹ ജീവിതവുമൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഈ നവീൻ്റെ ഒരു നീക്കമായി കാണണോ? അതിനപ്പുറം ഒരു സാമ്പത്തിക ഇടപാടുകളോ മറ്റോ അത്തരം കാര്യങ്ങൾ, ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടോ? ടോം, എല്ലാ വശങ്ങളും പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ആത്മഹത്യക്കുറിപ്പിൽ കൃത്യമായി എഴുതിയിരുന്നത് അങ്ങനെ സാമ്പത്തിക ബാധ്യതകളില്ല, ഇതുവരെ സന്തോഷമായി ജീവിച്ചു, ഇനി അവസാനിപ്പിക്കുന്നു, മറ്റൊരു സ്ഥലത്തുള്ള സുഖജീവിതം, അതിനുവേണ്ടിയുള്ള യാത്ര എന്നുള്ള നിലയ്ക്കാണ് അവിടെ 3 പേരും എഴുതി ഒപ്പിട്ട ഈ ആത്മഹത്യാക്കുറിപ്പും ഉണ്ടായിരുന്നു. എന്നാൽ നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ്. അവർ പക്ഷേ ആ മേഖല ഉപേക്ഷിച്ച് ഏറ്റവും ഒടുവിൽ ദേവി കേക്കുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവിടെയൊക്കെയും ഇവർക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു. പക്ഷേ ഇവരുടെ കുടുംബങ്ങളെല്ലാം സാമ്പത്തികമായി വളരെ ഭദ്രമായ നിലയിലാണ്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അടുത്ത മാസമാണ് ആര്യയുടെ വിവാഹം തീരുമാനിച്ചിരുന്നത്. വിവാഹ നിശ്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപാണ് നടന്നത്. ഈ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കവും അതിനുവേണ്ടിയുള്ള സമ്പത്തുമൊക്കെയും ആ വീട്ടുകാർ ശേഖരിച്ചു വെച്ചിരുന്നു എന്ന് തന്നെയാണ് അടുപ്പക്കാരും അവരുമായി ബന്ധമുള്ളവരുമൊക്കെയും പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ സാമ്പത്തികമായി അവരെ ഈ 3 കുടുംബങ്ങളെയും വലയ്ക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ അടിപ്പെട്ടുപോയി ഇങ്ങനെ ഒരു വലയിൽ വീണു എന്നത് തന്നെയാണ്. ആര്യയെയും ദേവിയെയും നവീനാണ് ഇങ്ങനെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോയതെന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നവീൻ ആണ് ആദ്യം ഇതിൽ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന വിവരങ്ങളാണ് നമുക്ക് പുറത്തു വരുന്നത്. മാത്രവുമല്ല, ഈ ഡോൺ ബോസ്കോ എന്ന മെയിലിൽ നിന്ന് സന്ദേശങ്ങൾ വരുന്നത് അതൊരു വ്യാജ ID എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നവീൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഈ പേരിൽ സന്ദേശങ്ങൾ അയച്ചതാണോ, ഈ ആര്യയെ ഇതിലേക്ക് കൊണ്ടുവരികയായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. 2 സ്റ്റേറ്റുകളിലെ പോലീസ് തീർച്ചയായും ഈ ദേവിയെയും അതായത് ഭാര്യയെയും ആര്യയെയും ഇതിലേക്ക് എത്തിച്ചത് നവീനാണെന്ന് സംശയിക്കാം. പക്ഷേ നവീൻ എങ്ങനെയാണ് ഈ കെണിയിൽപ്പെട്ടത് എന്ന കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തേണ്ടതാണ്. നവീൻ്റെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന നടത്തുന്നുണ്ടോ? അവരുടെ മൊഴികൾ എടുക്കുന്നുണ്ടോ? എത്ര നാൾ മുൻപാണ്? കാരണം ഇവരുടെ വിവാഹം നടന്നത് ഒരു 10 വർഷത്തിലധികം 10-13 വർഷം മുൻപാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷമായിരിക്കണം ഈ രീതിയിൽ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ പിന്നാലെ പോയെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര വർഷം മുൻപാണ് ഇയാളുടെ സ്വഭാവത്തിൽ, ഇയാളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് മാറ്റം വന്നത് എന്ന കാര്യത്തിൽ ഈ കുടുംബാംഗങ്ങളിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പോലീസിന്? ടോം, 9 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. പിന്നീട് വട്ടിയൂർക്കാവിന് സമീപത്ത് തന്നെ മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. വീട്ടുകാരുമായി വലിയ തരത്തിലുള്ള സഹകരണം അല്ലെങ്കിൽ ബന്ധുക്കളുമായി വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല. ഈ സമീപകാലത്താകട്ടെ ദേവിയും ആര്യയും വളരെയധികം ആളുകളുമായി അകന്ന് നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു, മുറിയടച്ചിരിക്കുന്ന രീതിയായിരുന്നു. ഇവർ കൂടുതൽ സമയവും ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇവരുടെ ലാപ്ടോപ്പുകളും ഫോണും ഇങ്ങനെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങളും രേഖകളും അങ്ങനെ തന്നെയാണ്. 1000 പേജും ഈ 466 പേജുമുള്ള ഡോക്യുമെൻറ്റുകൾ അത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ 466 പേജുകളുള്ള ഡോക്യുമെൻറ്റിലാണ് ഇങ്ങനെ അന്യഗ്രഹ ജീവിയുമായുള്ള സംവാദം അത് ആര് തയ്യാറാക്കി എന്നതടക്കമുള്ള കാര്യങ്ങൾ, പിന്നീട് ഈ ആര്യയ്ക്ക് വന്ന സന്ദേശങ്ങൾ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ കോഡ് ഭാഷയിലാണ്, ഇവർ തന്നെ തമ്മിൽ സംസാരിച്ചിരുന്നത് കോഡ് ഭാഷയിലായിരുന്നു. മെയിലുകളിലൂടെയായിരുന്നു കൂടുതലും ഇവർ സംസാരിച്ചിരുന്നത്. അത് തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യമുണ്ട്. പോലീസ് അതിൻ്റെ ഒരു പരിശ്രമത്തിൽ കൂടിയാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള ഗോപ്യമായ രീതിയിലായിരുന്നു ഇവരുടെ നീക്കങ്ങളും ഇടപെടലുകളും. ഈ 3 പേരും ഒരുമിച്ച് സഞ്ചരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആര്യ പലപ്പോഴും വീട്ടിന് പുറത്തേക്ക് വരുന്നത് ഇവർ വാഹനവുമായി വരുമ്പോഴായിരുന്നു. പിന്നീട് ഇവർ യാത്ര ചെയ്യുന്നു. ഈ 26-ന് ആര്യയെ കാണാതാകുമ്പോൾ തന്നെ 2 പേർ കോട്ടയത്ത് നിന്ന് ഇറങ്ങുകയാണ്. അവർ യാത്ര വ്യക്തമാണ്. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും
ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബ്ലാക്ക് മാജിക് സംഘങ്ങളെ കേന്ദ്രീകരിച്ചതോടൊപ്പം ഇവരെ ഏതെങ്കിലും സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സ്പോട്ട് ലൈവിന് പോകുന്നത്